ഭാരതത്തിൻ്റെ ഒരു ബഹുസ്വരതയും മതനിരപേക്ഷതയും മതേതരത്വമൊക്കെ ഇന്ന് ക്രൂശിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്കയുടെ ഒരു ബഹിസ്ഫുടനമായിട്ടാണ് ഇത് ഞങ്ങൾ കാണുന്നത്. കാരണം മെയ് 3-ാം തീയതി ആരംഭിച്ച ഈ കലാപം 2 മാസം പിന്നിട്ടിട്ടും ഒരു വിധത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് അവിടെ ഒരു സമാധാനം സംസ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ സംഗതിയാണ്. നമുക്കറിയാം, മേത്തൈ വിഭാഗവും അതോടൊപ്പം തന്നെ കുക്കി തുടങ്ങിയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു വിവേചനം അത് കത്തിപ്പടരുവാൻ ഇടയാക്കിയത് അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ചില നയങ്ങളാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് പട്ടികജാതിയിൽപ്പെടുത്തിയിരുന്ന ഗോത്രവിഭാഗക്കാരെ അതിൽ നിലനിർത്തിക്കൊണ്ട് മേത്തൈ വിഭാഗത്തെക്കാരെയും കൂടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുത്തുന്നത്. മേത്തൈ വിഭാഗക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഗോത്രവിഭാഗക്കാരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തഴയപ്പെട്ടവരായിട്ട് മാറ്റി നിർത്തുന്നു. ഈ വിവേചനം ഏറെ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു കലാപമാണ്. ഒരു ഹിഡൻ അജണ്ടയുടെ ഫലമാണോ ഈ കലാപം എന്നുപോലും ആശങ്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം അവിടെയുള്ള ഗോത്രവിഭാഗക്കാർ മിക്കവരും ക്രൈസ്തവരാണ്. മേത്തൈ വിഭാഗക്കാർ ഒട്ടുമിക്കവരും തന്നെ ക്രിസ്ത്യാനികളാണ്. കൊല ചെയ്യപ്പെട്ടവരെ ബഹുഭൂരിപക്ഷം പേരും ക്രൈസ്തവരാണ്. നശിപ്പിക്കപ്പെട്ട ദേവാലയങ്ങളെല്ലാം ക്രൈസ്തവരുടേതാണ്. ഭവനങ്ങളും ക്രൈസ്തവരുടേതാണ്. പാലായനം ചെയ്യപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരും ക്രൈസ്തവരാണ്. ഈ ദുഃഖപൂർണമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു അന്തരമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണം, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. അതില്ല എങ്കിൽ അവിടുത്തെ ജനത, ക്രൈസ്തവ സമൂഹം മുഴുവനും നശിപ്പിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചത്, ഈ സ്നേഹജ്വാല ഉയർത്തിയത് മണിപ്പൂർ ജനതയോട് പക്ഷം ചേരുവാനും ഐക്യദാർഢ്യം പുലർത്തുവാനും അവരുടെ വേദനയിൽ പങ്കുപറ്റുവാനുമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് തന്നെയാണ്, പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാൻ മണിപ്പൂർ സന്ദർശിക്കുവാനായിട്ട് തയ്യാറാകണം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ വിവേചനം കൂടാതെ അവിടെ സമാധാനം സംസ്ഥാപിക്കുവാൻ വേണ്ട എല്ലാ നയപരിപാടികളും രൂപീകരിക്കണം. അങ്ങനെ മണിപ്പൂരിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം. 75 വർഷമായിട്ട് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തടിയാണ് മണിപ്പൂരിൽ ഇപ്പോഴത്തെ കലാപം. അതുകൊണ്ട് മണിപ്പൂർ സംസ്ഥാനത്തിന് സമാധാനവും സ്വാതന്ത്ര്യവും ലഭിക്കത്തക്ക വിധത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും നിഷ്ക്രിയത്വം വെടിഞ്ഞ് ജാഗ്രതയോടുകൂടെ മുന്നോട്ട് വരാൻ ഈ മനുഷ്യച്ചങ്ങല അഭ്യർത്ഥിക്കുന്നു. ക്രൈസ്തവ സമൂഹം ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു നിഷ്ക്രിയത്വം പുലർത്താനും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇത് മണിപ്പൂർ മാത്രമല്ല, ഗുജറാത്തിൽ ഒരു വംശീയ ഹത്യ ഉണ്ടായി, ഒറീസയിലെ കണ്ടമാനിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടായി. ഇന്ന് ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള മതമർദ്ദനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വേദനയോടുകൂടിയാണ് ഇത് കാണുന്നത്. പക്ഷേ ക്രൈസ്തവ സഭയ്ക്കൊരു ദർശനമുണ്ട്. ക്രൈസ്തവ സഭ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടോ മർദ്ദനങ്ങൾ കൊണ്ടോ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അതൊരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. ഇപ്രകാരം മർദ്ദനങ്ങൾ വരുമ്പോൾ അത് ക്രൈസ്തവ സഭയെ കൂടുതൽ ചൈതന്യവത്താക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. ആദിമ ക്രൈസ്തവ സമൂഹം മതപീഡനങ്ങളും മതമർദ്ദനങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇത്രയും സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് ഭാരതത്തിലും സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ആശങ്കകളില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് ഈ മർദ്ദനങ്ങൾ, ഈ പീഡനങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല. പക്ഷേ ജാഗ്രതയോടുകൂടെ ഇപ്രകാരമുള്ള വംശീയ ഹത്യയ്ക്ക് എതിരെ പ്രതികരിക്കാൻ നാം തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.